ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ ഈ ഫയലിൽ ഒന്ന് ഒപ്പിടണം. എന്നിട്ട് എന്റെ കൂടെ കോടതി വരെ ഒന്ന് വരണം. എന്താ ഇത്? ഇത് നമ്മൾ തമ്മിൽ വേർപിരിയുന്നതിനുള്ള ഡൈവേഴ്സ് പെറ്റീഷനാണ്. ഞാനിതിൽ ഒപ്പിട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മോളെ യാത്ര? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കേ ഭേദം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ദേഹം ആകെ വേദനിച്ചിട്ട് വയ്യ. ഞാൻ ഫ്രഷ് ആവട്ടെ. അവന്തിക്ക് എന്തു പറ്റി? നല്ല ദേഷ്യത്തിലാണല്ലോ പോയത്. അതിന് കാരണമുണ്ട് അച്ഛാ. ഏട്ടത്തിക്ക് പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതെന്താ അങ്ങനെ സംഭവിച്ചത്? നേരത്തെ പറഞ്ഞില്ല അച്ഛാ, നമ്മൾ ആഗ്രഹിച്ച മാത്രം അവിടെ പോയി വഴിപാടുകളോ പൂജയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഇരിക്കുന്ന ദൈവം തന്നെ തീരുമാനിക്കണം. എന്തായാലും നിങ്ങൾക്ക് പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. മല കയറി മുകളിലെത്തുന്നത് വരെ ഒരുപാട് കഷ്ടപ്പെട്ടച്ച. പ്രതിസന്ധികളും ഒരുപാടുണ്ടായി. എന്നാലും ഈശ്വരൻ ഞങ്ങൾക്കൊപ്പം നിന്നു. വിചാരിച്ചതുപോലെ തന്നെ എല്ലാ പൂജകളും നടത്താനും പ്രാർത്ഥിക്കാനും പറ്റി. എന്തായാലും യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നല്ലേ, പൂജാമുറിക്ക് മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞിട്ട് വേണം മുറിയിലേക്ക് പോകാൻ. ശരി അച്ഛാ. അവിടെ അവള് തന്നെ ജയിച്ചു. ഏതൊക്കെ രീതിയിൽ അവളെ തകർക്കാൻ നോക്കി, പക്ഷെ എല്ലാത്തിനെയും അവൾ അതിജീവിച്ചു. ഒടുവിൽ ആ മണ്ടൻ തിരുമേനിയുടെ ഒരു ഉപദേശവും, അടുത്ത തവണ മലകേറി പൂർണ്ണ ഭക്തിയോടെ പ്രാർത്ഥിക്കണം പോലും. എല്ലാരും അവളുടെ ആളുകളാ. എന്റെ തോൽവി കണ്ട് സന്തോഷിക്കാ നിങ്ങള് അല്ലേ? തോൽക്കാൻ തീരുമാനിച്ചവരെ ജയിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. യഥാർത്ഥത്തിൽ നീ ആ മല കയറാൻ പോയത് എന്തിനാ? ഭക്തി കൊണ്ടുപോയതാണോ? നിനക്ക് അവിടെ പോകാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നു? അർച്ചനയ്ക്കും സച്ചിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള വഴിപാട് നടത്താനാണ് അവരവിടെ പോയത്. അതിന്റെ കൂടെ നീ എന്തിനാ പോയത്? നിങ്ങൾ ഒറ്റൊരാള് കാരണ എല്ലാം നശിച്ചത്. നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ വഴിപാടുകളെല്ലാം പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നു. സച്ചി കൂടെ ഉണ്ടായതുകൊണ്ട് അർച്ചനയ്ക്ക് അത് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്കറിയോ, അവസാനം നടക്കാൻ വയ്യാതെ വീണുപോയ അർച്ചനെ എടുത്തോണ്ടാ സച്ചി ആ മല കയറി തീർത്തത്. ഓ, അത് ശരി. അപ്പോ ഞാനും നിന്നെ എടുത്തോണ്ട് മല കയറണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിന്റെ കൂടെ ഒരുമിച്ചൊന്നും നടക്കാൻ പോലും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. പിന്നല്ലേ നിന്നെ എടുത്തോണ്ട് മല കയറുന്നത്? നന്ദേട്ടാ, കഴിഞ്ഞു പോയതെല്ലാം നന്ദേട്ടൻ മറക്കണം. ഞാൻ നന്ദേട്ടനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, സത്യ. പക്ഷെ ഈ വീടിന്റെ മരുമകളായി മുന്നോട്ട് ജീവിക്കാൻ നന്ദേട്ടൻ എന്റെ കൂടെ നിൽക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കുഞ്ഞു വേണം. അങ്ങനെയാണെങ്കിൽ അർച്ചന ചെയ്തതുപോലെ ഏതെങ്കിലും കുഞ്ഞിനെ പോയി നീ അഡോപ്റ്റ് ചെയ്യ്. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. നമ്മൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോവത്തില്ല. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് വിട്ടാ പിന്നെ ഈ വീട്ടിൽ ഞാൻ ആരാ? എന്താ എനിക്ക് ഇവിടെയുള്ള സ്ഥാനം? നിനക്ക് സ്ഥാനം കിട്ടാത്ത ഒരിടത്ത് നീ എന്തിനു പിടിച്ചു നിൽക്കണം? എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പൊക്കൂടെ? ഞാൻ എങ്ങോട്ട് പോണം നന്ദേട്ടൻ പറയുന്നേ? നിനക്ക് എങ്ങോട്ട് വേണേലും പോവാം. അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവെന്നുള്ള അവകാശം കൊണ്ട് ചോദിക്കുക. ഇത്രയും നാൾ എന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടിയ ഒരു ഭാരം എടുത്തു മാറ്റാൻ വേണ്ടി ചോദിക്കുക. എന്താ നന്ദേട്ടന് വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ സമ്മതിക്കാം. പക്ഷെ പകരം നിങ്ങളും എനിക്കൊരു കാര്യം സാധിച്ചു തരണം. എന്റെ കൂടെ ഒരു ഡോക്ടറെ കാണാൻ വരണം. അതിനു മുമ്പ്
നീ ഈ ഫയലിൽ ഒന്ന് ഒപ്പിടണം. എന്നിട്ട് എന്റെ കൂടെ കോടതി വരെ ഒന്ന് വരണം. എന്താ ഇത്? ഇത് നമ്മൾ തമ്മിൽ വേർപിരിയുന്നതിനുള്ള ഡൈവേഴ്സ് പെറ്റീഷനാണ്. ഞാനിതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി നീയും കൂടി ഒപ്പിട്ടാൽ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. എന്റെ പേരിലുള്ള സ്വത്തുവകകൾ എന്ത് വേണമെങ്കിലും നിനക്ക് ഞാൻ പകരമായിട്ട് എഴുതി തരാം. അങ്ങനെയെങ്കിലും നീ എന്നോട് ഇത്തിരി ദയ കാണിക്കണം. എന്റെ ജീവിതത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോണം. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ നിന്നെ സഹിച്ചു കഴിഞ്ഞു. പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവർക്ക് അന്തസ്സായിട്ട് പിരിഞ്ഞു പോകാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡൈവോഴ്സ് പെറ്റീഷൻ. നിനക്ക് നിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം. എന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുമായി എന്റെ വഴിക്ക് ഞാനും ജീവിച്ചോട്ടെ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. പിടിക്ക്. എല്ലാം കൃത്യമായി വായിച്ചു നോക്കി സമയമെടുത്ത് ഒപ്പിട്ടാ മതി. പിടിക്ക്. ഞാൻ ഇതിലൊപ്പിടണോ അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഡൈവോഴ്സ് തരണം. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം. അപ്പൊ ഞാനോ? നീ എന്നും ജീവിച്ചത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാണോ? ഈ കുടുംബത്തിന് വേണ്ടിയാണോ? അതോ നിന്റെ അനിയത്തിക്ക് വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയോ അല്ല, നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം. ആരോടും സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും ഒരു കണിക പോലും ഇല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഇന്നേ വരെ നീ ജീവിച്ചത്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുന്ന നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ ഞാൻ ജീവിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും ഞാൻ നടത്തില്ല. നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? എത്രയോ നാളുകൾ നീ എന്നെ ദ്രോഹിച്ചു. എന്തൊക്കെ ചെയ്തു നീ എന്നെ? എന്നിട്ടിപ്പോഴും എന്റെ ഭാര്യ എന്ന പദവിയിൽ തന്നെയാ നീ ജീവിക്കുന്നത്. നെല്ലിശ്ശേരിയിലെ നന്ദന്റെ ഭാര്യ, ആ സ്ഥാനം എന്റെ ദാനമാണെന്ന് നീ മറക്കരുത്. അല്ലാതെ ഒരു മേൽവിലാസവും നിനക്കില്ല. പക്ഷേ എന്റെ ഭാര്യ എന്ന പേരിന്റെ മറവിലിരുന്നു കൊണ്ട് ഈ കുടുംബം തകർക്കാനും ഇവിടെയുള്ളവരെ ദ്രോഹിക്കാനും ഇനി ഞാൻ നിന്നെ സമ്മതിക്കില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട് ആരുടെ കൂടെ ജീവിക്കാനാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ആരുടെ കൂടെ പോയി ജീവിച്ചാലും അതിനെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. കാരണം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല. അങ്ങനെ നടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കുന്നത് മാത്രം. അതിനൊരു അവസാനം വേണം. എന്റെ മുന്നിൽ അതിനീ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛന്റെ ആഗ്രഹം അനുസരിച്ചാ ഞാനിപ്പോ മല കയറിയതും കുഞ്ഞുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചതും. അച്ഛന്റെ ആഗ്രഹം സാധിക്കാനോ? സച്ചിയുടെ അർച്ചനയുടെ യാത്ര മുടക്കാൻ വേണ്ടിയായിരിക്കും നീ അവരുടെ കൂടെ പോയത്.